ഗൈസ് നമ്മൾ ഗെയിമിലേക്ക് അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഗൈസ്. യോ അപ്പോൾ ഗൈസ് നമ്മളതാ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ്. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നമുക്കിവിടെ ആൾക്കാരൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്ഡേറ്റ് ചെയ്താൽ കിട്ടും. ഇവിടെ ഒരാളുണ്ട്. ചേട്ടാ എന്താണ് കംപ്ലൈൻറ്റ്? അതൊക്കെ ചോദിക്കോ ദിയോതറോ. അതായത് ഇവിടെ ഒരു തിരിപ്പുണ്ട്, കാലും കയറ്റി വെച്ച്. ആ പോലീസിൻ്റെ തലമുണ്ടൊക്കെ കാണാം. ഓട്ടോളിയോ ഓടെ ഓടുന്നു. അവിടെ നിന്ന് കിട്ടി. എന്താ ഇവിടെ സെല്ലിൽ എന്താണോ കൊലക്കേസിൽ പ്രതിയാണോ? ഇതോ ഒന്നും പുറത്തോട്ട് എടുത്തോളോ. എടുക്കും നമ്മളെ ഗൈസ്. ഇതാണ് നമ്മളെ പോലീസ് സ്റ്റേഷൻ്റെ. കഴിഞ്ഞ വർഷം നമ്മളെ സ്റ്റെപ്പ് കയറുമ്പോൾ എന്തൊക്കെയിലൊക്കെ കാണുമെന്നല്ലേ അടുത്ത അപ്ഡേറ്റിലായിരിക്കുന്നത്. ഞാൻ പറയണതൊന്നും തള്ളാൻ പറ്റില്ല. KL പോലും പറഞ്ഞിട്ടില്ല അതൊന്ന്. ഗൈസ് എനിക്കിതാ ഇവിടെ പുതിയ താർ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ചീറ്റ് കോഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ 9191 ആണ്. ആർക്കും വിശ്വാസം വരുന്നില്ലെങ്കിൽ ഞാൻ അടിച്ച് കാണിച്ചു തരാം. നമ്മളെ പഴയ താറെന്നും പറഞ്ഞ് പോയൊന്നുമില്ല. നമ്മളെ പഴയ താറിൻ്റെ ചീറ്റ് കോഡ് ഞാൻ മനസ്സിലാക്കി. അതേ നമ്മളെ പഴയ താറിൻ്റെ ചീറ്റ് കോഡ് രണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ താറിന് എനിക്ക് ബ്ലാക്ക് ഇട്ട് കാണിച്ചു തരാം. ഈ താറിന് ബ്ലാക്കാണ് കൂടുതൽ ചേരണം. പിന്നെ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം നമ്മളെ താറിൻ്റെ ഹെഡ്ലൈറ്റ് കുളമായിട്ടുണ്ട്. അന്തസ്സായിട്ട് നമ്മളെ താറിൻ്റെ ഹെഡ്ലൈറ്റ് കുളമായിട്ടുണ്ട്. ബോട്ട് വന്നിട്ടുണ്ട്. ബോട്ട് കൊടുക്കുന്നുണ്ട്. കടലിൽ കൊണ്ടിട്ടാലും അടിച്ചായിട്ടുള്ള ഈ ബോട്ടിൻ്റെ ചീട്ടെന്ന് പറഞ്ഞാൽ നമ്മളെ 3001 ആണ്. നേരെ നമ്മളെ താരം കൊണ്ട് നമ്മുടെ ഇവിടോട്ട് പോയാണ്. ഇടോട്ടായിരുന്നു കടലിലോട്ട് കടപ്പുറത്ത് പോയി. നമ്മളെ താറെന്ന് പറഞ്ഞാൽ നല്ല സ്പീഡുണ്ട്. നല്ല പാറകളും പൊള്ളക്കണുണ്ട്. എൻ്റെ മോനെ കടലിൻ്റെ കളറ് ആയി എന്താ രസം. വണ്ടിത്തൊലിയോ കടലിൽ ഇറക്കി ഇത്തവണെങ്കിലും. ആ കാര്യത്തിൽ റാഹൽ ഗെയിം സ്റ്റുഡിയോ അതിൻ്റെ മാറ്റം വരത്തില്ല. കടലിൻ്റെ ഭംഗി മാത്രമേ മാറ്റിയിട്ടുള്ളൂ. കഴിഞ്ഞ ഇതിലും കടലിൻ്റെ ഭംഗി മാറ്റി ഗെയ്സ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒറിജിനൽ കടലിളക്കി തേര വരും തേര പോവും. അങ്ങനെ നമുക്കിനി നമ്മളെ ബോട്ട് വരത്താവും ഗെയ്സ്. നമ്മൾ പുതിയ ബോട്ടൊക്കെ വാങ്ങിച്ചാണല്ല. ചീറ്റ് കോഡ് കിട്ടുന്നതല്ല. നമ്മൾ തന്നെ ആയതായിട്ട് ബോട്ട് കയറട്ടൊന്നുമില്ല. പോളം കൊണ്ട് പോണ ബോട്ടാണ് കേട്ടോ. ഗെയിമിങ് ചെയറാണ് ബോട്ടിൻ്റെ സീറ്റ്. അവിടെ ബുഗാട്ടി ഷെറോൻ്റെ സീറ്റ് പോലെ ഇല്ല. അതും നമുക്ക് കാര്യം കൊണ്ട് ഞാൻ നേരെ നമ്മളെ ബോട്ട് പിടിച്ചോണ്ടിട്ടാണ്. അയ്യോ ടൈറ്റാനിക് മുങ്ങിപ്പോയി. മഞ്ഞുമലയൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇൻഫിനിറ്റി ഹെൽത്ത് ഓടിച്ച് ഓണാക്കട ഇൻഫിനിറ്റി ഹെൽത്ത്. മൊബൈലിടറാ ബോട്ടിനുണ്ട് ചാടിക്കയറാ പൊട്ട ചാടിയറാ ചാടിക്കയറാ. എൻ്റെ ഇത് ബോട്ടൊന്നും എനിക്ക് വേണ്ട. ഞാൻ നീന്തിക്കയറില്ലായിരിക്കും. എൻ്റെ നീന്തലിൻ്റെ സ്പീഡിന് തോപ്പിക്കാറില്ല. ഗെയ്സ് ചെറുതായിട്ട് കണ്ട നിങ്ങൾ നീന്തുക നമ്മുടെ ബോഡിയിലോടെ കൊണ്ടുവരിക വരയ്ക്ക. പിന്നെ 53 എന്തോരം അടിക്കുമ്പോൾ വേറൊരു സാധനം വരുമായിരുന്നു. എൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ആ സാധനത്തിന് എന്തോ നാണെന്നാണ് എനിക്കറിയേണ്ട. ആ സാധനം എന്തോ ഡൈനോസറാണ് കിരിക്കും കാണുന്നത്. 53 അടിച്ചാൽ കിട്ടുക. നമുക്ക് ഒന്ന് അടിച്ച് നോക്കാം. എന്നിട്ട് ഞാൻ പറയാത് വീട്ടിൽ പോയി അനുകരിക്കണ വേണ്ടേ. പിന്നെ കേസ് വേറൊരു സംഭവം വന്നിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം അടിച്ചു നോക്കിയിട്ട് തന്നെ വന്നേക്കുന്ന അങ്ങനെയുണ്ട്. ഓർഡറാ മോനെ. എൻ്റെ പുതിയ വണ്ടിയാണ്. കുതിരേനെടുത്ത് നമുക്ക് ഉടയിച്ചോടുക. കുതിരയിൽ പണ്ടേ സവാരി ചെയ്യാൻ പറ്റും.
ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ ചുമന്ന കളറിൽ വരുന്നു ഇപ്പം. അത് നമുക്ക് നമ്മുടെ പുതിയ എന്തോ ഒന്നുമില്ല. ഇന്ന് നമ്മുടെ 53 അടിച്ചു വെക്കുക. എന്നെ കടിച്ചു കൊല്ലാൻ പറ്റത്തേ. ഹായ് നീണ്ട തലയുള്ള ഡൈനോസർ. 50 അടിച്ചു പോലും വരും അങ്ങോട്ട്. 50 അടിക്കുമ്പോൾ ടീറക്സ്. എന്താടാ ക്യാരറ്റ് തിന്നോണ്ടേ? എന്താ ഇൻഫിനിറ്റി ഹെൽത്ത് ചെറുതായിട്ടൊന്നത്. ഇൻഫിനിറ്റി ഹെൽത്ത് നമുക്ക് ചെറുതായിട്ടൊന്നാണ് ഇടുക. ഇനി വേറെ എന്തിനടിക്കുമ്പോൾ എന്തായിരിക്കും? 51 52 അടിച്ചു നോക്കാം. 51 സുബ്ഹാനല്ലാ. നാട്ടിൽ ഡൈനോസർ ഇറങ്ങിയേ, ഓടിച്ചോളി. 2 ടീറക്സ് അടിച്ചു വരുത്താം. 52 ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കാൻ. ഇത് കൊള്ളാം. വീടിലാവും. കടിച്ചു കൊല്ലടാ, എന്നെ ഒന്ന് കടിച്ചു കൊല്ലടാ. എന്നെയൊക്കെ ഞാൻ ഇന്ന് കൊല്ലും. പിന്നെ നേരത്തെ 4 മെസ്സേജ് മതി. 3 മതി. ഇപ്പോൾ ഇവനൊക്കെ പിന്നെ പറയണ്ട, 2 ആവശ്യമാണ്. ഇപ്പം എത്ര അവൻ്റെ ബാഗ് ഇങ്ങോട്ട് കെട്ട്. റബ്ബർ ടീയർ കാടിളകി വരുന്ന നമുക്ക് ടീറക്സ് ഇളകി വരുമോ? ഈ ജിറാഫ് തലേനിട്ടൊന്നും കൊടുക്കട്ടെ. ജിറാഫ് തലയിൽ തലക്കിട്ടിട്ട് ടീറക്സ് ആശാൻ ഇട്ടൊന്നും കൂടെ കിട്ടട്ടെ. ഇപ്പം ടീറക്സ് ആയിരുന്നു ഇതുവരെയും തീർന്നില്ല. ടീറക്സ് ആണ് ഇപ്പം തീരണ്ടാണ്. ഒരെണ്ണം 3 കൂടെ. എടാ ഈ ടീറക്സ് ഉണ്ട് തീരാത്ത. നമുക്ക് നേരെ സ്നൈപ്പർ വെച്ചിട്ടൊന്ന് കൊടുക്കാം. ഇവൻ്റെ ഹെഡിനിട്ടൊന്ന് കൊടുക്കാം. വാ തുറന്നിരിക്കും. എടാ നീ നാട്ടിലിറങ്ങി നാട് നശിപ്പിക്കുന്നോടാ. അയ്യ വെളുത്ത അടുത്തോട്ട് വരുമ്പോൾ അവനിട്ട് പൊട്ടിക്കണം. അടുത്തോട്ട് വന്നിട്ടുണ്ട് എൻ്റെ. ഇങ്ങോട്ട് പോടാ. ഇവതൊക്കെ ഇങ്ങോട്ട് പോകണം. മാമ മുട്ട പഫ്സും ബജിയും വാങ്ങിച്ചു തരാം. വടമല്ലേ അവനിട്ടൊന്ന് കിട്ടി. ഇവ പൊന്തനിട്ട് 1 കിട്ടി. പൊന്തനിട്ട് 2 ആയി. അയ്യോ അത് ടീറക്സിനും പൊന്തനും കിട്ടി. ഈ പൊന്തമാടിൻ്റെ ഡൈനോസറിന് കുറേ ആയി. അവിടെ ഈ കൊട്ടിപ്പിരിപ്പ് ഇതങ്ങോട്ട് വേണം. ഈ സമയം ഈ ടീറക്സ് ഡൈനോസറുകളെ ഇത് വെച്ച് AK-47 വെച്ച് വല്ലതായിട്ടൊന്ന് അവനെ വേണമെങ്കിൽ സ്നൈപ്പർ വെച്ച് സ്നൈപ്പ് ചെയ്ത് അടിക്കാം. ചേട്ടാ ഇതെന്താ എനിക്ക് കുഞ്ഞോ കിട്ടുന്നില്ലല്ലേ. എന്നിട്ട് കൊടുക്കണം. റോക്കറ്റ് ലോഞ്ചർ എടുത്ത് വേണ്ടി തലമുണ്ടയ്ക്ക് ഇത് ചെയ്തോണ്ടിരുന്ന ഞാൻ ഇവിടെ ഒന്ന് ഞാൻ അടിച്ചു വരത്തി കൊടുക്കുക. ഇങ്ങനെ തീർത്താൽ പോരെ. ഇതിനാണ് ഞങ്ങളൊന്ന് പ്രാളപ്പെട്ട എത്ര ശരി അവിടെ എവിടെടാ? അയ്യേ ഇതിനകത്തൊന്നും ഇല്ലടാ. പട്ടിയുടെ വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഈ സ്ഥലത്ത് നമ്മൾ കാണിച്ചു തരുന്ന വഴിയ നേരെ ഇപ്പം നമ്മൾ കയറിയിട്ട് അല്ലെങ്കിൽ ഒരു ഐഡിയ നമ്മൾ ഈ പട്ടിയെ ഉപയോഗിച്ചണ്ട. നമുക്ക് ചാലഞ്ചസിൽ പോയി നോക്കട്ടെ വല്ല വന്നാന്ന് പുതിയതായിട്ടുള്ള പ്ലെയിലൊന്നും ഇവിടെ കയറാം. പക്ഷെ നമ്മൾ ചാലഞ്ചസിൽ വേറെ വല്ലതും വന്നാന്ന് അറിയാനാണ് എടുത്ത് നോക്കിയത്. വേറെ വല്ല ജുറാസിക് പാർക്കാ? അയ്യോ ജുറാസിക് പാർക്ക് ഉണ്ടല്ലേ. നല്ല ബോട്ടിൻ്റെ മിഷനാ.
അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ പഴയ വീട്ടിലോട്ട് ജസ്റ്റ് ഒന്ന് പോട്ടെ. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അതാണ് നമുക്കങ്ങനെ ഉറക്കെ സംസാരിക്കാൻ പറ്റാത്ത. നമ്മൾ നേരെ നമ്മുടെ പഴയ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ നൈസായിട്ട് ഞാൻ വളച്ചങ്ങ് എടുത്തിട്ടുണ്ട് കിടക്കുന്നത്. വെജാതി കറക്കി എടുത്ത് കുറച്ചുകൊണ്ടാണ്. നമ്മളെ താറിനെ വെട്ടിക്കാൻ പറ്റൂല ഇതിൽ. നമ്മളിന്ന് വല്ല താറിൻ്റെ ഒരു വല്ല റൈസ് നമുക്ക് നാളത്തെ വീഡിയോയിൽ നോക്കാം ഗൈസ്. നമ്മൾ പഴയ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അടാ പഴയ വീടേ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. അല്ല ഗൈസ് ഇനിയും ഉണ്ട്. പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ പറ്റുമോ നോക്കിയിട്ട് അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കാണിക്കാൻ വിട്ടുപോയാൽ. ബഗ്ഗൊക്കെ ഫിക്സായി എന്നാണ് ഇട്ടയക്കണം റോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ. പക്ഷെ ബഗ്ഗൊന്നും സത്യത്തിൽ ഫിക്സൊന്നും ആയിട്ടില്ല, തള്ളാണ്. എന്നാൽ പിന്നെ ആ ഡൈനോസറിൻ്റെ അകത്ത് പറഞ്ഞ ബഗ് എന്നേ പോകണ്ടേ. പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കാൻ പറ്റണേ റബ്ബേ. എന്നാൽ വീഡിയോയ്ക്കൊക്കെ കണ്ടന്റ് ഉണ്ടാക്കിയത്. ഇപ്പോൾ എന്തിനാണ് പെട്രോൾ പമ്പിൽ പിന്നെ ഇന്നനാ നശിച്ചു പോടാ, നീ നശിച്ചു പോടാ പെട്രോൾ പമ്പിൽ. പോടാ എനിക്ക് നിന്നെ വേണ്ടടാ. തീ പിടിച്ചെന്താ പൊട്ടിത്തറേ. ഒരു പെട്രോൾ